guys, welcome to Pearle Maaney's YouTube channel. How are you all? Happy New Year. ഒരു അടിപൊളി ന്യൂ ഇയർ ഇങ്ങനെ എല്ലാവർക്കും പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഫെയർ ഫ്യൂച്ചറിൻ്റെ ഒരു ഇവൻറ്റ് ഞാൻ അറ്റൻഡ് ചെയ്തതും അതിൻ്റെ കുറേ സ്നിപ്പറ്റ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ബിക്കോസ് കുറേ പേര് അത് കണ്ടിട്ട് കുറേ എൻക്വയറീസും അതിനെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കമൻറ്റിൽ ഞാൻ കണ്ടു. എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ ഇസ് ഫോർ പീപ്പിൾ. അന്നത്തെ ഇവന്റ് എന്ന് വെച്ചാൽ പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള അറിയാനുള്ള കാര്യങ്ങളായിരുന്നു. അതായത് ഇമിഗ്രേഷനിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന്, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അത് ഞാൻ ഫുള്ളും ഇടാത്തത്. പക്ഷെ ഇന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പുറത്തേക്ക് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു അമ്മയായിരിക്കും, 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനുണ്ട്, എനിക്ക് അവനൊരു 10th കഴിഞ്ഞിട്ട് അവന് 11th 12th കാനഡയിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി അവനെ സ്കൂളിൽ വിട്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് ആഗ്രഹിക്കുന്ന പാരൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തു പോയി പഠിക്കണം അല്ലെങ്കിൽ അവിടെ തന്നെ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളായിരിക്കാം. ആർക്ക് വേണമെങ്കിലും പുറത്തു പോകാൻ പറ്റും. പക്ഷേ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആർക്കാണ് പോകാൻ പറ്റുക, എന്തൊക്കെയാണ് അതിൻ്റെ നെസസിറ്റി എന്നറിയാൻ വേണ്ടിയാണ്. ഇതിന് ആക്ച്വലി ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഫെയർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കമ്പനീനെ കുറിച്ച്, അത് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി കമ്പനിയാണ്. സോ ആക്ച്വലി ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഇവരുടെ പേര് കേൾക്കുന്നത്. ബിക്കോസ് ഞാൻ പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കൂടി ഇല്ലാത്ത ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ ഫെയർ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പുറത്തു പോയി പഠിക്കാൻ പറ്റും എന്ന് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ കാനഡയിലിരുന്ന് നിങ്ങൾക്ക് ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നേനെ. പക്ഷെ പറ്റിയില്ല. പക്ഷെ ഇനിയും പറ്റാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് എൻ്റെ ഡാഡി ഇപ്പം കാനഡ പോയി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അച്ഛൻ്റെ ഒരു കാര്യം കുട്ടികളിലും എന്തല്ലേ. അപ്പം ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അപ്പം ഇതിലെനിക്ക് പറയാനുള്ളത്, ഇത് തുടങ്ങിയ ഈ ഒരു കൺസൾട്ടൻസി തുടങ്ങിയ ആളെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആൾ. ഇവർ തന്നെ 100,000-ൽ കൂടുതൽ ആൾക്കാരാണ് കഴിഞ്ഞ 25 years ഇവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ മെയിൻ ആൾ, ദ ഫൗണ്ടർ, ഹാസ് ബിൻ സ്റ്റഡിങ്. അതായത് അദ്ദേഹം പഠിച്ചതൊക്കെ 1990s US പഠിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഹീ നോസ്. അന്നൊക്കെ ട്രങ്ക് കോള്, ഇന്നത്തെ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക്, പെട്ടെന്ന് ഫോൺ വിളിച്ച് വീട്ടിലേക്ക് ഹലോ എന്നൊന്നും പറയാൻ പറ്റില്ല. ട്രങ്ക് കോളിൽ വിളിച്ചിട്ടൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അന്ന് അവിടെ എംബസിയിൽ പോയി സംസാരിച്ച്, എനിവേ ഹീ ഡിഡ്ന്റ് ഹാവ് എ ഗ്രേറ്റ് ഈസി കേക്ക് വാക്ക് അല്ല. അവിടെ നിന്ന് കുറേ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങളാണ് ഇന്നും ഈ കമ്പനിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത്. ലെറ്റ്സ് ഇൻവൈറ്റ് ഡോക്ടർ രാജ് സർ. അദ്ദേഹത്തിന് ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, ബിക്കോസ് എൻ്റെ ഡാഡിയുടെ പോലെ തന്നെയാണ് കാണാനും. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഡോക്ടർ രാജ് സർ ഓൺ ടു അവർ ഷോ. വെൽക്കം സർ. How are you? I'm fine. ഞങ്ങളുടെ ഓഡിയൻസ് വിടുന്നില്ല സർ, ബിക്കോസ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ അറിയുന്നില്ല. ഞങ്ങളുടെ നേരത്തെ ഫെയർ ഫ്യൂച്ചറിന്റെ വീഡിയോന് നല്ല റിസപ്ഷൻ ആയിരുന്നു. മാത്രമല്ല ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ശ്രീനിയുടെ ചേച്ചിയുടെ മക്കളുണ്ടല്ലോ, അതെ, ചേച്ചിയുടെ മക്കള് ഋതിക, ശ്രുതിക, അവരുടെ ഡാൻസ് വീഡിയോ കണ്ടിട്ടുണ്ടോ? രണ്ടുപേര് ട്വിൻസ് ആണ്, ഞാൻ കാണിച്ചു തന്നില്ല. അപ്പൊ റീൽസിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യും. അപ്പം നിങ്ങളുടെ ഫെയർ ഫ്യൂച്ചറിന്റെ ഇവന്റിന് ശേഷം ഞാൻ ശ്രുതിനെ വിളിച്ചു പറഞ്ഞു, ശ്രുതി, ഐ തിങ്ക് യു ഗൈസ് ഷുഡ് ഗോ ടു കാനഡ. ബിക്കോസ് നിങ്ങൾക്ക് പോകാൻ പറ്റും. ബിക്കോസ് അവർ നല്ലപോലെ പഠിക്കും, അവർ ഭയങ്കര ആംബിഷ്യസ് ആണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ആൻഡ് അവർക്ക് പുറത്ത് പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള കുഞ്ഞുങ്ങളാണ്. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഇഫ് ദേ ക്യാൻ ദേ ഷുഡ്. അപ്പം തന്നെ ഞാൻ ലിഡിയനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ലിഡിയ പറഞ്ഞു ഞാൻ കൗൺസിലിംഗ് കൊടുത്തോളാം, ആൻഡ് ദേ ആർ ഇൻ ടച്ച്. അപ്പം പോവോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ ആ ഒരു ഇനിഷ്യേറ്റീവ് എനിക്ക് എടുക്കാൻ തോന്നി, ബിക്കോസ് ആഫ്റ്റർ ലിസ്ണിംഗ് ടു യുവർ ക്ലാസ്. അപ്പൊ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, കാനഡയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരോട് വാട്ട് യു ഹാവ് ടു സേ ആൻഡ് വൈ കാനഡ എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, വൈ കാനഡ? കാരണം ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷെ ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം US, കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇങ്ങനെ പല രാജ്യങ്ങളിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ കാനഡയ്ക്ക് എന്താണ് ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകത എന്നുള്ളത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ആദ്യം പഠിക്കാൻ പോയത് US ഞാൻ പഠിച്ചതിന് ശേഷമാണ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ കാനഡയിൽ വീണ്ടും ഒരു പഠിക്കാനായിട്ടൊരു സ്റ്റുഡൻ്റ് ആയിട്ട് പോയത്. അപ്പോൾ ഈ 2 രാജ്യങ്ങളും കണ്ടു. അതിനുശേഷം വേറെ പല രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ ആയിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് പല ഇൻ്റർനാഷണൽ കോൺഫറൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ വൈ കാനഡ എന്നുള്ളൊരു ആൻസറിന് ഏറ്റവും പെട്ടെന്ന് പറയാവുന്നൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ, അടുത്ത ഒരു 5-10 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ മറ്റൊരു ഗൾഫായിട്ട് മാറാൻ പോകുന്നൊരു രാജ്യമാണ് കാനഡ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ
പ്രത്യേകിച്ചും കേരളത്തിലെ സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികളിലൊരു 90% കുട്ടികൾ, ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇപ്പോൾ ഞാനൊക്കെ ഒരു 30 വർഷത്തിന് മുൻപ് പുറത്ത് പഠിക്കാൻ പോകുന്നത് നമ്മൾ ടിപ്പിക്കലി അത് പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോകുന്നവരായിരുന്നുവെങ്കിൽ ഇപ്പോൾ പോകുന്ന കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളെ അയക്കുന്ന പാരൻസിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പഠിച്ചതിന് ശേഷം അവർക്ക് അവിടെ തന്നെ ഒരു എംപ്ലോയ്മെൻറ്റിൽ കൂടി കയറാൻ സാധിക്കാനും ഒപ്പം സബ്സിക്വൻ്റ് ആയിട്ട് അവർക്ക് അവിടെ സെറ്റിൽ ചെയ്യാനും പറ്റുന്ന ഒരു സൗകര്യം കിട്ടുന്ന രാജ്യങ്ങളും കൂടെ നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു സ്റ്റഡി എബ്രോഡിൻ്റെ ഒരു ഓപ്ഷനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ പഠിക്കാനായിട്ട് പോവുക, പഠിച്ചതിന് ശേഷം അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരു രാജ്യമാണോ എന്നുള്ളത് നോക്കുമ്പം അതിനുള്ളൊരു ഉത്തരം, ദെൻ അതിനുശേഷം അവിടെ സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ പെർമനൻ്റ് ആയിട്ട് റെസിഡൻഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും സ്പോൺസറുടെയോ അല്ലെങ്കിൽ വളരെ കർശനമായിട്ടുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് അവിടെ പഠിക്കാൻ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു രാജ്യവും അവിടുത്തെ ഇമിഗ്രേഷൻ റൂൾസും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ലോകത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് കാനഡയിലേക്കാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അങ്ങനെ ഒരു ഇമിഗ്രേഷൻ നിയമം ഉള്ളതുകൊണ്ട് മാത്രം അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉള്ളതുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴും അതിനുള്ളൊരു തണുപ്പുണ്ട്. പക്ഷേ തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഹിമാലയ പോലുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് ആ ക്ലൈമറ്റ് നമ്മുടെ ഇവിടെ ഇല്ലല്ലോ. കാനഡ എന്ന് പറഞ്ഞത് ഇന്ത്യയെക്കാളും ഏകദേശം 4 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യവുമാണ്. പക്ഷേ അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേവലം ഒരു 3 കോടി ജനങ്ങളേ ഉള്ളൂ. നമ്മുടെ പോലത്തെ കേരളത്തിന്റെ ഒരു പോപ്പുലേഷനേ ഉള്ളൂ. ഇന്ത്യയുടെ 4 ഇരട്ടി വലിപ്പമുള്ള ഒരു സ്ഥലത്തിന് അവിടെ പകുതി പോപ്പുലേഷൻ ഇപ്പൊ ഒരു എബവ് ഒരു ഏജ് അല്ലേ, 60 വയസ്സിന്റെ ആ ഒരു റേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഒരു മേജർ പോപ്പുലേഷൻ. അവരുടെ അടുത്ത ജനറേഷനെയാണ് അവർ നോക്കുന്നത്. അതെ, കാരണം ആ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ UN റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് കാനഡ. അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള വാറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇഷ്യൂസ് ഒന്നും ഇല്ല. നാച്ചുറൽ കലാമിറ്റീസ് തീരെ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന പോലെ എർത്ത് കേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വോൾക്കാനോസ് എന്നൊക്കെ പറയുന്ന ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത രാജ്യം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സേഫ്റ്റിയുടെ ആസ്പെക്റ്റിൽ ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതിൻ്റെയും ഒരു കാരണം ഈ ഏജിങ് പോപ്പുലേഷൻ അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കോണമി കൂടിയാണ് കാനഡയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാനഡയിൽ അടുത്ത ഒരു 5-10 വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് ഒരു 40 to 50 lakhs എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓപ്പൺ ആവാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഗവൺമെന്റിന് അറിയാം ഇത്രമാത്രം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും വരാൻ പോകുന്നുവെങ്കിലും അതിനെ സഫീഷ്യന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാൻ പവർ അവിടെ ഇല്ല. അപ്പോൾ ആ മാൻ പവർ ആ രാജ്യത്തിന്റെ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെസസിറ്റിയാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അവർ പല കാര്യങ്ങളും നോക്കിയതിനകത്ത് ഏറ്റവും നല്ലതായിട്ട് അവർക്ക് എക്സർസൈസ് ചെയ്യാൻ പറ്റിയൊരു കാര്യം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കഴിവുള്ള കുട്ടികളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ ഒരു റേഞ്ചിൽ ഒരു 18 വയസ്സിന് ശേഷമുള്ള മാൻ പവറിനെ ആ രാജ്യത്തേക്ക് പരമാവധി കൊണ്ടുവരിക. സർ അന്ന് പറഞ്ഞു ഓൾറെഡി ഇവിടെ നിന്ന് ഫുൾ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് വരുന്ന ആളുകളെയും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് ഇവിടുന്ന് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുന്ന എംപ്ലോയീസിനെയാണ് അവർ കൂടുതൽ നോക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും നമ്മളുടെയൊക്കെ സിലബസ് എന്ന് പറഞ്ഞാൽ കോളേജുകളിലാണെങ്കിലും യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും പഠിപ്പിക്കുന്ന സിലബസ് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിക്ക് ചിലപ്പോൾ അത് വളരെയധികം പറ്റുന്ന ഒരു സിലബസ് ആയിരിക്കും. പക്ഷേ നമ്മളെക്കാളിലൊക്കെ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് കനേഡിയൻ യൂണിവേഴ്സിറ്റികളിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സിറ്റി കരിക്കുലത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് ടിപ്പിക്കൽ കനേഡിയൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കനേഡിയൻ ഗ്രാജുവേറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള കനേഡിയൻ ഗ്രാജുവേറ്റ്സ് അവർ വർക്ക് ചെയ്യുന്ന ആ എൻവയോൺമെൻറ്റിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ആ അറ്റ്പാർ ലെവലിലുള്ള ക്വാളിഫിക്കേഷനും നോളജ് ലെവലും ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ആ കാര്യങ്ങൾ ടീം വർക്ക് പ്രോപ്പറായിട്ട് പോവുകയുള്ളൂ. ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു കുതിര വണ്ടിയിൽ 10 കുതിരകളെ കിട്ടിയിരിക്കുകയാണ്. അതിനകത്ത് 7-8 കുതിരകൾക്ക് നല്ല ആരോഗ്യം, 2 കുതിരകൾക്ക് തീരെ ആരോഗ്യമില്ലെന്നുണ്ടെങ്കിൽ സഫർ ചെയ്യും. മാത്രമല്ല മറ്റുള്ള സ്ലോ ആയിപ്പോ, ആ മോഷൻ തന്നെ സ്ലോ ആയിപ്പോ എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ മറ്റൊരു കാര്യമാണ് ഈ വിദ്യാഭ്യാസത്തിൽ പലതരത്തിലുള്ള വിദ്യാഭ്യാസമുള്ള ആ ലെവലിലുള്ള ആൾക്കാർ വന്നിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം അവരുടെ ഒരു ടീം വർക്കിന് ഒരിക്കലും അത് സൂട്ടബിൾ ആവില്ല. പിന്നെ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിലബസിൽ കൂടി പഠിച്ചു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല.
അങ്ങനെയല്ല. അവിടെ ചിലപ്പോൾ നമ്മളുടെ പോലുള്ളൊരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ നേരിട്ട് ഒരു എംപ്ലോയ്മെന്റ് അവിടെ ചിലപ്പോൾ എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ കാനഡയോ അല്ലെങ്കിൽ US അങ്ങനെയല്ല. അപ്പോൾ അതും കൂടെ കണക്കാക്കിക്കൊണ്ടാണ് അവർ അവിടെയുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിലും ഗവൺമെൻറ് കോളേജസിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് അവിടെ നേരിട്ട് പഠിക്കാനായിട്ട് വരാനുള്ള ഒരു സൗകര്യം കൊടുക്കുകയും അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ പ്രൊഫസേഴ്സിൻ്റെ നേരിട്ടുള്ള കോച്ചിങ്ങിൽ അവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ പഠിച്ചുകൊണ്ട് ഗ്രാജുവേറ്റ് ആയിട്ട് പുറത്തു വരുന്ന ഒരു മാൻ പവർ ആണ് ശരിക്കും കനേഡിയൻ എക്കോണമിക്കും കൂടെ ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കനേഡിയൻ ഗവൺമെൻറ് ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ പഠിക്കാൻ വരാൻ വേണ്ടി പരമാവധി അതിന് സൗകര്യപ്രദമായിട്ടുള്ള നിയമങ്ങളും അല്ലെങ്കിൽ ഫീസ് സ്ട്രക്ചർ ആണെങ്കിൽ പോലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്യൂഷൻ ഫീസ് സ്ട്രക്ചർ ഇപ്പോൾ കാനഡ മാത്രമല്ല വേറെ ഒരുപാട് രാജ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ UK അല്ലെങ്കിൽ US അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കാനഡ വരുന്ന ഒരു കുട്ടിക്കുള്ള ഫീസ് സ്ട്രക്ചർ അതിൽ എങ്ങനെയാണ് ഡിഫറൻസ് എന്തൊക്കെയാണ്? ഏറ്റവും കുറവ് കാനഡയിലാണ് ഫീസ് സ്ട്രക്ചർ. അതെ, ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും കിട്ടുന്ന ഒരു പക്ഷേ ചിലപ്പോൾ അതിനേക്കാളും ഒരു ബെറ്റർ ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്ന രാജ്യമാണെങ്കിൽ പോലും ട്യൂഷൻ ഫീസിന്റെ കാര്യത്തിൽ US-നേക്കാളിലും UK-ക്കാളിലും ഓസ്ട്രേലിയക്കാളിലും ഏറ്റവും കുറവ് കാനഡയ്ക്കാണ്. റീസണബിൾ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ കറൻസിയിൽ പറയണം, ഞാൻ ഡോളറിൽ പറയുന്നതിനേക്കാളും നമ്മുടെ വ്യൂവേഴ്സിന് എളുപ്പം നമ്മുടെ ആൾക്കാരാണ്. അതെ, അപ്പോൾ ഒരു ഇന്ത്യൻ കറൻസിയിൽ പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 1 ഇയർ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസിയിൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 10 lakhs ആണ് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ഒരു വർഷം ഒരു 10 ലക്ഷം. ഒരു വർഷം ആവറേജ് ഒരു 10 ലക്ഷം. അതിനകത്ത് 2 സെമസ്റ്റർ ആണ് വരുന്നത്. അതൊരു ആവറേജ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ചില കോളേജസിൽ ചിലപ്പോൾ ഒരു അല്പം കൂടുതലായിരിക്കും, മേ ബി ലൈക്ക് ഒരു 11 lakhs ആവാം. അതേസമയം മറ്റൊരു കോളേജ് ചിലപ്പം കുറച്ചും കൂടെ കുറവുണ്ടാവാം. 9 lakhs അല്ലെങ്കിൽ 8.5 lakhs ഒക്കെ ട്യൂഷൻ ഫീസ് വരുന്ന കനേഡിയൻ ഗവൺമെന്റ് കോളേജസും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയും പൊതുവേ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 10 lakhs നമുക്ക് പറയാൻ പറ്റും ട്യൂഷൻ ഫീസ് മാത്രം ഫോർ 1 ഇയർ. അതിപ്പോ ഏത് കോഴ്സ് എടുത്താലും ഏത് കോളേജിൽ പോയാലും ജീവിക്കാനുള്ള എക്സ്പെൻസസ് അതൊക്കെ കൂടി എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ? ഇപ്പം എൻ്റെ ബ്രദർ ഇപ്പൊ UK പോയി, അവനിപ്പോ പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹീസ് മേക്കിംഗ് ഗുഡ് മണി അവിടെ പോയിട്ട്. ആൻഡ് ഹീസ് സ്മാർട്ട് ഓൾസോ. അപ്പം അവിടെ പുറത്ത് എവിടെ ചെന്നാലും ദർ ഇസ് സംതിങ് ഡിഗ്നിറ്റി ഓഫ് ലേബർ. പല ആക്ടേഴ്സും വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെ പറയും, ഞാൻ US പഠിക്കുമ്പോൾ ഞാൻ അവിടെ വെയിറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വരെ രജിസ്ട്രേഷൻ, അങ്ങനെ ഞാൻ വരെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കോളേജിൽ കഴിഞ്ഞ സമയത്ത് ഈ 1500 rupeesന് നമ്മൾ എൻറോൾ ചെയ്യണം ആദ്യമേ. അപ്പം ഈ റെഡ് ബുൾ ബാഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും നമ്മളിങ്ങനെ, നമുക്കൊരു ചെറിയ മിനി കൂപ്പറൊക്കെ അവർ തരും. അപ്പൊ നമ്മൾ റെഡ് ബുൾ കോളേജിൽ എല്ലാ പിള്ളേർക്കും കൊണ്ട് കൊടുക്കുക, ഫ്രീ ആണ്, പൈസക്ക് വിൽക്കണ്ട, പക്ഷെ കൊടുക്കുക. ഇത് വോളണ്ടിയർ ജോബ്. അതേപോലെ ഈ IPL ക്രിക്കറ്റ് മാച്ച് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് പോയി എന്താണ് ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ പോയിരിക്കണം. അപ്പൊ ഈ സാരിയൊക്കെ കൊടുത്ത് ഇതുപോലെ റെഡി ഇങ്ങനെ. പക്ഷെ ഐ യൂസ് ടു ഫീൽ വെരി ഹാപ്പി ബിക്കോസ് പഠിക്കുന്ന സമയത്ത് നമുക്കും ചെറിയ ചെറിയ എക്സ്പെൻസസ്, നമ്മുടെ അന്നത്തെ ഡ്രസ്സ് ആവട്ടെ, ഭക്ഷണം ആവട്ടെ, പുറത്ത് പോയി പിസ്സ കഴിക്കാനാവട്ടെ, അപ്പൊ അത് നമുക്ക് ഫാദറിനോട് ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഈ കുഞ്ഞുങ്ങൾക്കും, അതായത് ഇവിടെ പഠിക്കാൻ പോകുന്ന കാനഡയിലെ പിള്ളേർക്കും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാൻ? ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇപ്പോൾ ഒരു വർഷത്തെ കോഴ്സിനാണെങ്കിലും 2 കൊല്ലത്തെ കോഴ്സിനാണെങ്കിലും ആദ്യത്തെ 1 കൊല്ലത്തെ ഫുഡിനും അക്കോമഡേഷനുള്ള ഫണ്ടും ട്യൂഷൻ ഫീസ് കൂടാതെ അഡീഷണലി അവർ കൊണ്ടുപോകണം. അത് $10,000 ആണ് കനേഡിയൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഏത് രാജ്യത്തു നിന്ന് വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആണെങ്കിലും. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ $10,000 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അറൗണ്ട് 6 lakhs ആണ്. ഈ 6 lakhs എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഫണ്ടായിട്ട് അവർ കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കോഴ്സ് തുടങ്ങുന്ന ടൈം തൊട്ട് തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവർക്ക് കോഴ്സിനോടൊപ്പം ആഴ്ചയിൽ 20 മണിക്കൂർ പാർട്ട് ടൈം വർക്ക് പെർമിറ്റും കൂടെ അലോഡ് ആണ്. ആഴ്ചയിൽ 20 മണിക്കൂർ പലതരത്തിലുള്ള ജോബ്സ് അവർക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞാൽ കനേഡിയൻ ഗവൺമെന്റ് കോളേജസും യൂണിവേഴ്സിറ്റീസിന്റെ ഒക്കെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ 1000 ഏക്കർ, 20,000 സ്റ്റുഡൻസ്, 25,000 സ്റ്റുഡൻസ്, ഒരു 4,000, 5,000 സ്റ്റാഫും ഒക്കെ ഉള്ളൊരു വലിയൊരു സെറ്റപ്പാണ്. ക്യാമ്പസിനകത്തൂടെ തന്നെ ബസ് സർവീസും ഒക്കെ ഉണ്ടാവും. ഹ്യൂജ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ക്യാമ്പസുകൾക്കകത്ത് തന്നെ ധാരാളം കഫറ്റേരിയാസ് ഉണ്ടാവും. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന മെക്ഡൊണാൾഡ്സിന്റെ ഒക്കെ തന്നെ അല്ലെങ്കിൽ പിസ്സ ഹട്ടിന്റെ ഒക്കെ തന്നെ ഔട്ട്ലെറ്റ്സ് ക്യാമ്പസിനുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അവിടെയൊക്കെ ഈ പറയുന്ന പോലെ തന്നെ ക്യാമ്പസിനകത്തുള്ള കുട്ടികളെ ആയിരിക്കും കൂടുതലായിട്ട് അവർ ഹയർ ചെയ്യുന്നത്. കാനഡയിൽ മിനിമം വേജ് ആക്ട് വരെയുണ്ട്. അപ്പോൾ ഏത് തരം ജോബാണ് ചെയ്യുന്നെങ്കിലും ആ ജോബിന് പറഞ്ഞിരിക്കുന്ന ആ വേജ് സ്റ്റുഡന്റിന് അവർ കൊടുത്തേ പറ്റൂ. അത് അവരുടെ അവിടെയുള്ള കനേഡിയൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് നിശ്ചിത ടാക്സ് വരെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ഓഡിറ്റഡ് ആയിരിക്കും. അപ്പോൾ അതെന്തായാലും നന്നായി. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള, പല കുഞ്ഞുങ്ങളും ഇപ്പം നമ്മളുടെ ഇപ്പം എന്നെ പോലത്തെ ആൾക്കാരുണ്ടാവും, അതായത് നമ്മൾ ഭയങ്കര ടാലന്റഡ് ആണ്, എല്ലാം ആണ്, പക്ഷെ
പുറത്ത് പോകാൻ പറ്റുന്ന ആലോചിക്കുമ്പോൾ അവരാലോചിക്കും ഷോ എനിക്ക് IELTS ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ എനിക്ക് കുറേ അരിയേഴ്സ് ഉള്ള ആളായിരുന്നു. അരിയറും കൊണ്ടാണ് ഞാൻ 3 വർഷം നടന്നത്. പിന്നെ പതുക്കെയാണ് എഴുതിയെടുത്തത്. പക്ഷെ എനിക്ക് വല്ല കുറവുണ്ടോ സാർ? കൂടുതലല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട അരിയർ ഉണ്ട്, അല്ലെങ്കിൽ IELTS ഇപ്പൊ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരിക്കില്ല ചിലവർ, ലൈക്ക് ഭയങ്കര കോടിക്കണക്കിന് സ്വത്തുള്ളവരായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് പോകാൻ പറ്റുമായിരിക്കും. യു വിൽ നെവർ നോ. ട്രൈ ചെയ്താലേ അറിയാൻ പറ്റും. ഇപ്പൊ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം, ഈ IELTS ഇതൊക്കെ ഭയങ്കര പാടാണോ പഠിക്കാൻ? IELTS ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് ഗ്രാമറും നോളജ് ഉള്ള ഒരാൾക്ക് അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട്. അതായത് ഒരാൾക്ക് ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പം സ്പീക്കിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് റീഡിങ്, ഈ 4 ഏരിയാസിൽ കൂടിയാണ് നമ്മളൊരു ലാംഗ്വേജിനെ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ലിസണിങ്ങിനും റീഡിങ്ങിനും അവർക്ക് നിലവിലുള്ള കഴിവ് എന്താണ് എന്ന് അളക്കുന്ന ഒരു ടെസ്റ്റാണ് IELTS. അപ്പോൾ പല ആൾക്കാർക്കും അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയും എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് അവർക്കൊരു സ്കോറിംഗ് സിസ്റ്റത്തിൽ കൂടി അത് എക്സാം കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്കും ആണ് നമുക്ക് കൃത്യമായിട്ട് അതിനെ പ്രൊഫഷണലായിട്ട് അസസ് ചെയ്യാൻ പറ്റും, അവരുടെ നിലവിലുള്ള ആ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ IELTSന് അതിൻ്റേതായ ആ ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ട്രെയിനിങ് എടുത്തിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും സ്കോർ ചെയ്യാൻ നല്ലത്. പല ആൾക്കാരും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരും ഒരു ട്രെയിനിങ് ഇല്ലാതെ പോയിട്ട് അവർക്ക് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ചിലപ്പം ഒരു ബാൻഡ് നല്ല സ്കോർ കിട്ടും, സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും നല്ല സ്കോർ ഉണ്ടാവും, റീഡിങ്ങിനും റൈറ്റിങ്ങിനും ആയിരിക്കും ചിലപ്പോൾ അവർ പോകുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഈ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെയോ അല്ലെങ്കിൽ IDPയുടെയോ ഒക്കെ എക്സാംസിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ധാരാളം ഉണ്ടെങ്കിൽ പോലും ഒരു ഇൻസ്ട്രക്ടറുടെ കയ്യിൽ നിന്നും ഒരു പ്രൊഫഷണൽ ഇൻസ്ട്രക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഹൗ ടു ഫേസ് ആൻ IELTS എക്സാം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതനുസരിച്ചിട്ട് പോയി സ്കോർ ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾ അവർ കരുതുന്നതിനേക്കാളും നല്ലൊരു സ്കോറിലേക്ക് കിട്ടും. മാത്രമല്ല ഓട്ടോമാറ്റിക്കലി അവരുടെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡും പല ഏരിയാസിലും വ്യത്യാസവും വരുന്ന കാണാൻ പറ്റും. പിന്നെ കാനഡയെ സംബന്ധിച്ചിടത്തോളം IELTS എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണ്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഫെയർ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കനേഡിയൻ ഗവൺമെന്റ് കോളേജസിലോ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിലോ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. വി ഡോണ്ട് വർക്ക് വിത്ത് പ്രൈവറ്റ് കോളേജസ്. അപ്പോൾ കാനഡയുടെ കേസിൽ ഇപ്പം ഞങ്ങളാണെങ്കിലും പലപ്പോഴും പല സ്റ്റുഡൻസ് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് പറയാറുണ്ട്, IELTS ഇല്ലാതെ കാനഡയ്ക്ക് പോകാമെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു, ഒരു പത്രത്തിലൊരു പരസ്യം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളത് കൂടുതൽ ചോദിക്കുമ്പോഴത്തേക്കാണ് അറിയുന്നത് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിൻ്റെ ആയിരിക്കും. ഈ പ്രൈവറ്റ് കോളേജസും കാനഡയിലുള്ളവരാണ് IELTS ഇല്ലാതെയും അഡ്മിഷൻ കൊടുക്കാം അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ വരാം എന്നൊക്കെ പറയാറുള്ളത്. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ റിസ്ക്കിയാണ്. റിസ്ക് ഇൻ ദ സെൻസ്, ഒന്ന് അവർക്ക് IELTS ഇല്ലാതെ അഡ്മിഷൻ കിട്ടിയാൽ പോലും അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണ് ഒരു സ്റ്റുഡൻറ്റ് കനേഡിയൻ ഹൈക്കമ്മീഷൻ ന്യൂഡൽഹിയിൽ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ IELTSൻ്റെ ഒരു സ്കോർ ഷീറ്റ് അവിടെ ഇല്ല അവരുടെ ഡോക്യുമെൻറ്റ്സിനകത്തു നിന്നുള്ള കണ്ടു കഴിഞ്ഞാൽ തന്നെ വിസ റിജക്ഷൻ ചാൻസ് വളരെയധികം കൂടും. കാരണം വിസ ഓഫീസർ നോക്കുമ്പോഴത്തേക്കും ഈ സ്റ്റുഡൻറ്റ് അക്കാഡമിക്കലി നല്ലതായിരിക്കാം, പക്ഷേ ഇവർക്ക് അവിടെ പോയാൽ അവിടെ പഠിപ്പിക്കുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലുള്ളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈവൻ പാർട്ട് ടൈം വർക്കിന് പോകുമ്പോഴാണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ഒരു നല്ലൊരു പ്രൊഫഷൻസി ഇല്ലാത്ത ഒരാളാണെങ്കിൽ പ്രോപ്പറായിട്ട് അവർക്ക് ഒരു പാർട്ട് ടൈം വർക്ക് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ സംസാരിക്കുന്ന രീതികളൊന്നും തന്നെയല്ല അവിടെയുള്ള ഇംഗ്ലീഷിലുള്ള ആൾക്കാർ സംസാരിക്കും. അത് അവിടെ ചെല്ലുന്നവർക്കേ മനസ്സിലാവുള്ളൂ എങ്ങനെയാണൊക്കെ അതിൻ്റെ വ്യത്യാസം എന്നുള്ള കാര്യം. ഇനി അഥവാ വിസ കിട്ടിയെന്ന് തന്നെ വെക്കുക, വിസ കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുൻപ് കാനഡയിൽ 3 പ്രൈവറ്റ് കോളേജസാണ് പെട്ടെന്ന് പൂട്ടിപ്പോയത്. ഏകദേശം ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോയൊരു 4000-ഓളം കുട്ടികളാണ് അവർ ഇപ്പം സ്ട്രാൻഡഡ് ആണ്. അവർക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അടച്ച ഫീസും എല്ലാം നഷ്ടപ്പെട്ട പോലത്തുള്ള അവസ്ഥ നിൽക്കുവാണ്. പ്രൈവറ്റ് കോളേജസ് അതെ, ഒരു കാരണവശാലും കാനഡയിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഒരു കനേഡിയൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോ പബ്ലിക് കോളേജിലോ തന്നെ പഠിക്കാൻ പോകുക. അവിടെ പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ IELTS മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ് IELTS വേണമെന്നുള്ളത്. IELTSൻ്റെ സ്കോറും കൂടെ ഞാൻ പറയാം. IELTS ഇപ്പോൾ +2 കഴിഞ്ഞ് പോകുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊതുവെ അവർക്ക് ഡിഗ്രി പ്രോഗ്രാമോ അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാമോ ആണ് വരുന്നത്. അപ്പോൾ ഡിഗ്രി ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും മിനിമം സ്കോർ വേണ്ടത് IELTSൽ തന്നെ അക്കാഡമിക് എന്നും ജനറൽ എന്നും പറഞ്ഞ 2 മോഡ്യൂളുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന ആൾക്കാർക്ക് അക്കാഡമിക് എന്നുള്ള മോഡ്യൂളുള്ള സ്കോറാണ് വേണ്ടത്. അവർക്ക് വേണ്ട സ്കോർ 6 ഓവറോളും ഒരു ബാൻഡും 6ൽ കുറയാനും പാടില്ല. സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ലിസണിങ്ങിനും റീഡിങ്ങിനും 6 ഉണ്ടാവണം. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എല്ലാ കോഴ്സുകൾക്കും ഒരുപോലെ അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് എടുക്കുന്നതെങ്കിൽ ഇത് മതി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ പോകുന്നവർക്ക് ഇത് മതി. പക്ഷേ ഇപ്പോൾ ഒരു നേഴ്സിംഗിൻ്റെ ഒരു കോഴ്സിന് പോകുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, കാനഡയിൽ ഒരു കോളേജിൽ നേഴ്സിംഗിൻ്റെ പ്രോഗ്രാമിന് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ആ
പെർട്ടിക്കുലർ കോഴ്സിന്റെ അഡ്മിഷന് IELTS 7.5 വേണ്ടി വരും. because they have to communicate more. യെസ്, കുറെ കൂടെ സ്ട്രോങ് ലെവൽ അവർക്ക് ഇംഗ്ലീഷിൽ വേണം. അതുകൊണ്ട് 7.5 വേണ്ടി വരും. ഒരു ബാൻഡും 6.5 കുറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് വരുമ്പോൾ ആ സ്റ്റുഡൻറ്റ് ഏത് കോഴ്സിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അനുസരിച്ചിട്ട് ആ കോഴ്സിൻ്റെ അഡ്മിഷൻ റിക്വയർമെൻറ്റിൽ IELTSന്റെ സ്കോർ എത്രയാണ് ആ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ വേണ്ടെന്നുള്ളത് കൂടെ നമ്മൾ സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുത്തിട്ട് അവരെ ആ ലെവലിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പോകുന്ന കുട്ടികളാണെങ്കിലും അവർക്കും വരുന്നത് കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ അങ്ങനെയുള്ള കോഴ്സുകളാണെങ്കിൽ അതിന് മിനിമം സ്കോർ വേണ്ടത് 6.5 ഓവറോളും ഒരു ബാൻഡ് 6 കുറയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ IELTS ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ പഠിക്കാൻ പോണോ IELTS വേണം, മസ്റ്റാണ്. അതെ. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം അന്ന് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞാലും നമുക്ക് പഠിക്കാം. ഇപ്പം ഒരു അമ്മ ഉണ്ടായിരുന്നു, 2 പിള്ളേരുടെ അമ്മ വന്നിട്ട് പറഞ്ഞു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സാം ചെയ്താൽ വിസ കിട്ടിയെന്നൊക്കെ. സോ ഇവർക്ക് പോകുമ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഹസ്ബൻഡാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് വൈഫിനെയും മക്കളെയും, അല്ലെങ്കിൽ ഇപ്പം ഒരു കൊച്ചാണ് പോകുന്നതെങ്കിൽ അവരുടെ പാരൻസിന്, ഇപ്പം ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്കിപ്പം എൻ്റെ കൊച്ചിനെ അവിടെ പഠിപ്പിക്കണമെങ്കിൽ ക്യാൻ ഐ ഗോ വിത്ത് ദ ബേബി, ദ ചൈൽഡ്? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് കണക്ട് ചെയ്ത ആൻസർ പറയുന്നതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞത്. വൈ കാനഡ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാം. കാരണം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിലുള്ളൊരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കാൻ വരുന്നൊരു സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആൾക്ക് അവർ ഇൻ കേസ് മാരീഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പൗസിനെയും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും കൂടെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ആണ് ഇമിഗ്രേഷനിലുള്ളത്, കാനഡിയൻ ഇമിഗ്രേഷൻ. അതെ. അപ്പം ഈ കുട്ടികളെയും കൂടെ ഫയൽ ചെയ്യുന്നു, ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ വേണ്ടിയിട്ട് ഫയൽ ചെയ്യുന്നു. ഇവർക്ക് സ്പൗസിന് വിസ കിട്ടി, കുട്ടികൾക്കും വിസ കിട്ടി, സ്റ്റുഡൻറ്റും അവരുടെ സ്പൗസും കുട്ടികളും കൂടെ കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നു. അവിടെ ചെന്ന ശേഷം ഈ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൾ അവർ പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്നു. അവർ 2 വർഷത്തെ കോഴ്സിനോ അല്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സിനാണ് വന്നതെന്ന് കരുതുക. അതേസമയം അവരുടെ ഹസ്ബൻഡിനെ കൂടെ അവിടെ കൊണ്ടുവന്നിരുന്നു. ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡിന് അവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി വന്ന ആളല്ല, പക്ഷെ പഠിക്കാനായിട്ട് വന്ന ആളിന്റെ സ്പൗസാണ്. ആ ഒരു സ്റ്റാറ്റസ് ഉള്ള ആൾക്ക് കാനഡയിൽ ഈ സ്റ്റുഡൻറ്റിന്റെ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് എത്ര നാളാണോ അത്രയും നാൾ ഈ സ്പൗസിന് അവിടെ കാനഡയിൽ ഫുൾ ടൈം ജോലി ചെയ്യാം. അങ്ങനെ ജോലി ചെയ്യാം, ഫുൾ ടൈം ജോലി ചെയ്യാം. നോട്ട് 20 hours, ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഫുൾ ടൈം ജോലി ചെയ്യാം. കുട്ടികളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുട്ടികൾക്ക് അപ് ടു ഗ്രേഡ് 12 വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ 12ാം ക്ലാസ് വരെ എഡ്യൂക്കേഷൻ കനേഡിയൻ ഗവൺമെന്റ് സ്കൂൾസിൽ അവിടെ ഫ്രീ ആണ്. അതെ, യെസ്, ഫ്രീ എഡ്യൂക്കേഷൻ. ഇപ്പൊ ഒരു അമ്മ അവിടെ പഠിക്കാൻ പോവാണെങ്കിൽ കൊച്ചുങ്ങൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ till 12th, ഹസ്ബൻഡ് ക്യാൻ വർക്ക്. യെസ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ലായിരുന്നു. ഇപ്പം ഞങ്ങളിപ്പം കാനഡയിൽ നിന്ന് ഞാനിവിടെ തിരിച്ചു വന്ന ശേഷം അന്നോട്ട് 2006 ഫെയർ ഫ്യൂച്ചർ തുടങ്ങുന്നത്. അന്നോട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ 1000-ലധികം ഫാമിലീസിനെ നമ്മൾക്ക് ഇതുപോലെ കാനഡയിൽ ആദ്യകാലം വിട്ട് നോക്കുകയാണെങ്കിൽ, പക്ഷേ റീസെൻ്റ് ആയിട്ട് എസ്പെഷ്യലി ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ദുബായിൽ ഓഫീസുണ്ട്, ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് ഈ ഒരു 30 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ വരുമ്പോൾ അവരോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ കേട്ടറിഞ്ഞിട്ടാണ് വരുന്നത്. കാരണം ഞങ്ങളുടെ പല മാർക്കറ്റിങ്ങിൽ കൂടിയും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള നേരത്തെ നടന്ന ഇന്റർവ്യൂവിൽ കൂടിയൊക്കെ ഇവർ കേട്ടു ഇങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്ന ആൾക്ക് അവരുടെ ഫാമിലിയും കൂടെ കാനഡയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞിട്ട് അവർ വരും. അപ്പോൾ ഞങ്ങളൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇവരോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈഫ് ഇപ്പോൾ ഒരു നേഴ്സായിരിക്കാം, അപ്പോൾ നേഴ്സായിട്ട് പോകുന്ന ആൾ അവർക്കൊരു സൂട്ടബിൾ കോഴ്സ് അവിടെ സെലക്ട് ചെയ്യുന്നു, ആ കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്നു, അതിനുശേഷം വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ ഹസ്ബൻഡിൻ്റെയും കുട്ടികളെയും കൂടെ കൊണ്ടുവന്നിട്ടുള്ള വിസ പ്രോസസ്സിങ്ങും കൂടെ ചെയ്തു തരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കും വൈ, എന്തിനാണ് അവരെയും കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, കാനഡ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രീസിലൊന്നാണ്. അവിടെ പഠിക്കാൻ പോകാൻ കിട്ടുന്ന എൻ്റെ ഒരു അഡ്വാൻറ്റേജിനോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്നതോടൊപ്പം എൻ്റെ കുട്ടികൾക്ക് ലോകത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കാൻ സാധിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പഠിക്കാൻ പോകുന്നതിൽ കൂടി ഒരു എൻറ്റയർ ഫാമിലിക്ക് അതിൻ്റെ ബെനിഫിറ്റ് പല തരത്തിൽ കൂടി എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം ഇപ്പോൾ കാനഡയിൽ പഠിക്കാൻ പോകുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുണ്ട്. പിന്നെ പേരൻസിൻ്റെ കാര്യം ചോദിച്ചു. ഇപ്പം കുഞ്ഞുങ്ങൾ കൊച്ച് മാത്രമാണ് പോകുന്നത്. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ലാത്തൊരു കുട്ടി അവര് കാനഡയിൽ ഒരു സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാൻ പോയി. കാനഡയിൽ സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയുടെ പാരൻസിന് അവർക്ക് 10 കൊല്ലത്തെ വിസയാണ് കനഡിയൻ ഗവൺമെന്റ് ഇപ്പോൾ കൊടുക്കുന്നത്, മൾട്ടിപ്പിൾ എൻട്രി വിസ.
അപ്പോൾ അങ്ങനെയും പല സ്റ്റുഡൻസ് ഇപ്പോൾ പോകുന്നുണ്ട്. അവരുടെ പേരൻസിന് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. പക്ഷെ പേരൻസ് പലരും പോകുന്നത്, എസ്പെഷ്യലി ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾ പോകുമ്പോഴത്തേക്കും പലപ്പോഴും പേരൻസിനൊരു ചെറിയൊരു ആശങ്ക ഉണ്ടാവും. ചെറിയ കുട്ടിയാണല്ലോ, അവരവിടെ പോയി എങ്ങനെ ആയിരിക്കും, ഹോം സിക്നസ് ഉണ്ടാവുമോ. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റഡീസിൻ്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് പല പേരൻസും ഇപ്പം മദറോ അങ്ങനെ ആരെങ്കിലും അവരുടെ മെന്റൽ സപ്പോർട്ടിനാണ് പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സ്റ്റുഡൻസിൽ ഒരുപാട് പേരുടെ ഫാമിലീസിൽ നിന്ന് അവരുടെ പിന്നെ ചില പേരൻസ് അവർ മൾട്ടിപ്പിൾ വിസ എടുത്ത് വെച്ചേക്കും. കാരണം വെച്ചാൽ ഈ കുട്ടികൾക്ക് അവിടെ വെക്കേഷൻ വരുമ്പോൾ അവരോടൊപ്പം ആ കുട്ടികളെ ഇങ്ങോട്ട് ആ സമയത്ത് കൊണ്ടുവരുന്നതിന് പകരം ഇവർ അങ്ങോട്ടേക്ക് പോകും. അവരവിടെ പോയി ആ വെക്കേഷൻ ടൈമിൽ ആ ലക്ഷ ട്രിപ്സും മറ്റു കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് ആ വിസ ഉപയോഗിക്കുന്നത്. അങ്ങനെ 10 കൊല്ലത്തെ വിസ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്ന പറ്റുന്നൊരു കാര്യം, കാനഡയെ സംബന്ധിച്ചിടത്തോളം ദേ നീഡ് മാൻ പവർ. ആ മാൻ പവർ ഏതൊക്കെ തരത്തിൽ ഒരാൾക്ക് അവിടെ പഠിക്കാൻ വരുന്നതിൽ കൂടി മറ്റെന്തെല്ലാം സൗകര്യങ്ങളും കൂടെ കൊടുക്കും പറ്റും. അങ്ങനെ ആ വാല്യൂ ആഡഡ് ആയിട്ട് കിട്ടുന്ന ആ ഫെസിലിറ്റീസും കൂടെ യൂസ് ചെയ്യുന്ന അവർക്കൊരു എൻകറേജ്മെന്റ് ആണ്. മറ്റു രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നതിനേക്കാൾ വളരെ അട്രാക്റ്റീവാണ്. പക്ഷെ ഞാൻ കാണുന്നൊരു കാര്യം വെച്ചാൽ ഇന്ത്യ പൊതുവെ നോക്കുവാണെങ്കിലും ഇപ്പം വേണ്ടത്ര അത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പം മാറി വരുന്നുണ്ട്. അത് പരമാവധി ഉപയോഗിക്കുന്നത് ചൈനീസ് സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു കാനഡയിലുള്ള ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ, ഇപ്പോൾ ടൊറന്റോയിലോ വാൻകൂവറിലുള്ള എയർപോർട്ടിൽ പോയി ഇറങ്ങുമ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ ചൈനീസ് സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്കും വിത്ത് ഫാമിലി ആയിട്ടാണ് വരുന്നത്. അവരുടെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിലും കാലക്രമേണ അങ്ങനെ ആയി തുടങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അടുത്ത ഒരു 5-10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഗൾഫ് എന്നുള്ളതിന് പകരം പറയാൻ പോകുന്നൊരു പേരായിട്ട് കാനഡ മാറാൻ പോകണം. അത്രമാത്രം കുട്ടികളാണ് വരുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് പഞ്ചാബ് അല്ലെങ്കിൽ ഗുജറാത്ത് പോലുള്ള ഏരിയ എന്നാണ്. കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം ക്രമേണ കൂടി വരുന്നുണ്ട്. പിന്നെ അവയർനെസ് കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. കാരണം പലപ്പോഴും ഒരു ഫോറിൻ സ്റ്റഡി അല്ലെങ്കിൽ ഒരു പുറത്ത് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു വരുന്ന കുട്ടികൾക്ക് ആർക്കും തന്നെ ഒരു വ്യക്തമായ പിക്ചർ അറിയില്ല. വെളിയിൽ പോകണം എന്നല്ലാതെ കാനഡയിൽ തന്നെ MTV, മോൺട്രിയൽ, ടൊറന്റോ, വാൻകൂവർ. അപ്പൊ അതിൽ എവിടെ പോകണമെന്ന് എങ്ങനെയാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്? അതായത് കാനഡയിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള 3 സിറ്റികളാണ് MTV എന്ന് പറയുന്നത്, മോൺട്രിയൽ, ടൊറന്റോ, വാൻകൂവർ. അതിൽ ഈ മോൺട്രിയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് സ്പീക്കിംഗ് ഏരിയ ആണത്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് പൊതുവെ ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയും അവർ അറിയണമെന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കാനഡയിലെ ടോട്ടൽ ഏരിയയിൽ ഒരു 10% ഏരിയയോ അല്ലെങ്കിൽ ഒരു 10% പോപ്പുലേഷൻ മാത്രമാണ് ഈ ഫ്രഞ്ച് സ്പീക്കിംഗ് ഏരിയയിലുള്ളത്. ബാക്കിയുള്ളൊരു 90% പോപ്പുലേഷനും റിസൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഏരിയയിലാണ്. അവിടെ വരുന്നതാണ് വാൻകൂവർ, ടൊറന്റോ എന്ന് പറഞ്ഞ 2 വലിയ ബിഗ് സിറ്റീസ്. ഇപ്പോൾ ഈ ടൊറന്റോ വരുന്ന ഒൻറ്റാറിയോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലും ഈ വാൻകൂവർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന പ്രൊവിൻസിലുമാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളിൽ പഠിക്കാനായിട്ട് പോകുമ്പോഴേക്കും കിട്ടുന്ന അഡ്വാൻറ്റേജ്, ലാംഗ്വേജിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ അതുകൂടാതെ തന്നെ കാനഡയിലെ മറ്റ് ഏരിയാസ് ഉണ്ട്, ലൈക്ക് ഇപ്പം നോവാസ്കോഷ്യ, ദെൻ ആൽബർട്ട, ഇങ്ങനെ പറയുന്ന വേറെ ഒരുപാട് പ്രൊവിൻസുകളുണ്ട് കാനഡയിൽ. അതെല്ലാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഏരിയ. സോ ഇപ്പം 8 months ഒരു കോഴ്സിന് അല്ലെങ്കിൽ 2 years അല്ലെങ്കിൽ 3 years കോഴ്സ്, ഇവരുടെയൊക്കെ വർക്ക് പെർമിറ്റ് എങ്ങനെയാണ് അവിടെ? അപ്പോൾ 8 months കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 സെമസ്റ്ററാണ് വരുന്നത്. 8 months കോഴ്സ് അവിടെ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് കോഴ്സിന് ശേഷമുള്ള സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് 8 മാസമായിരിക്കും. അതേസമയം 3 സെമസ്റ്ററിൻ്റെ കോഴ്സ് ആണെങ്കിൽ അത് 1 year കോഴ്സാണ്, അത് 12 months കോഴ്സാണ്. അങ്ങനത്തെ ഒരു കോഴ്സാണ് അവർ അവിടെ ചെയ്തതെങ്കിൽ അവർക്ക് കിട്ടുന്നത് 12 months വർക്ക് പെർമിറ്റ് ആയിരിക്കും കോഴ്സിന് ശേഷം. പക്ഷേ 4 സെമസ്റ്ററിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 16 മാസം എടുക്കും കണ്ടിന്യൂസ് ആയിട്ട് 4 സെമസ്റ്ററിൻ്റെ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ. അപ്പോൾ സാധാരണ രീതിയിൽ സ്റ്റുഡൻസ് 2 സെമസ്റ്റർ ചെയ്തിട്ട് ഒരു സമ്മർ വെക്കേഷനും കൂടെ ഒരു 4 മാസം ബ്രേക്ക് എടുത്തിട്ട് പിന്നത്തെ 3rd സെമസ്റ്ററും 4th സെമസ്റ്ററും ചെയ്യുകയാണെങ്കിൽ അവർക്ക് 20 months ആയിരിക്കും കോഴ്സ് തീരാനെടുക്കുന്നത്. അപ്പോൾ ഈ 20 months അല്ലെങ്കിൽ 4 സെമസ്റ്ററോ അതിൽ കൂടുതൽ സെമസ്റ്റേഴ്സോ ഉള്ള പ്രോഗ്രാംസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, അതായത് 2 കൊല്ലമോ അതിൽ കൂടുതലോ ഡ്യൂറേഷൻ ഉള്ള പ്രോഗ്രാംസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കോഴ്സിന് ശേഷം കിട്ടുന്ന വർക്ക് പെർമിറ്റിന്റെ പീരീഡ് 3 കൊല്ലമായിരിക്കും, 36 മാസമായിരിക്കും. അതുകൊണ്ട് തന്നെ മാത്രമായിട്ട് അവിടെ അവർക്ക് 3 വർഷം നിൽക്കാം. അപ്പോൾ 2+3 2 കൊല്ലത്തെ കോഴ്സിന് ശേഷം പിന്നെ ഒരു 3 കൊല്ലത്തെ വർക്ക് പെർമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും സ്റ്റുഡൻസിനോട് പറഞ്ഞു, ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ സ്റ്റുഡൻസിനും പാരൻസിനും അറിയാം, പോവുകയാണെങ്കിൽ കാനഡയിൽ ഏറ്റവും നല്ലത് 2 വർഷത്തെ കോഴ്സ് എടുക്കുക. 2 കൊല്ലത്തെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ 3 കൊല്ലത്തെ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. എംപ്ലോയ്മെന്റ് ചാൻസസും വളരെയധികം കൂടും. കാരണം എംപ്ലോയേഴ്സിന് എപ്പോഴും ആവശ്യം മിനിമം ഒരു 3 കൊല്ലത്തെ വർക്ക് പെർമിറ്റ് ഉള്ളെങ്കിലും ഉള്ള ഒരാളെ അവരുടെ പ്രയോറിറ്റി ഹയർ ചെയ്യുന്നതായിരിക്കും അവർക്ക് നല്ലത്. പിന്നെ അവർക്ക് PR ഫയൽ ചെയ്യാനാണെങ്കിൽ ഈ 3 കൊല്ലത്തെ വർക്ക് പെർമിറ്റിൽ ഏകദേശം 1 കൊല്ലത്തെ വർക്ക് എക്സ്പീരിയൻസ് കഴിയുമ്പോൾ തന്നെ അവർക്ക് PR ഫയൽ ചെയ്യാനുള്ള ഏകദേശം ആ ലെവലിലേക്ക് എലിജിബിലിറ്റിയിലൊക്കെ അവർ റീച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ 3 കൊല്ലത്തെ വർക്ക് പെർമിറ്റ് തീരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ കാണാറുണ്ട് ഒരുപാട് കുട്ടികൾ അവർക്ക് ആ 3 കൊല്ലത്തെ വർക്ക് പെർമിറ്റ് തീരുന്ന സമയത്ത് പിന്നെ അത് റിന്യൂ ചെയ്യേണ്ടി വരാറില്ല. ബൈ ദ ടൈം അവർ PR മാറിക്കിട്ടുണ്ടാവും.
PR കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം നിൽക്കാനുള്ള സെറ്റാണ്. അതെ അതെ അതെ. സോ നമ്മൾ ഇത്രയും നേരം നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പം എനിക്ക് ചോദിക്കാനുള്ള, നമ്മുടെ ഓഡിയൻസ് പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, കുറച്ചും കൂടി ഒരു mid-50s $60s പക്ഷേ ഈ പഠിക്കുക അല്ലെങ്കിൽ നോളജ് ഗെയിൻ ചെയ്യുക എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഏജ് ലിമിറ്റ് ഇല്ല. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പഠിക്കാം. നമുക്ക് പുതിയൊരു ലോകത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് ലൈഫ് ഹാപ്പൻസ് എവറി ഡേ എന്നല്ല പറയുന്നത്. സോ ശരിക്കും ഇതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ടോ? നമുക്കിപ്പം ഒരു വിസ അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇസ് ദർ എൻ ഏജ് ലിമിറ്റ്? കാനഡയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, കാനഡയിൽ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏജ് എന്ന് പറയുന്ന ഒരു ഘടകം അഡ്മിഷൻ പ്രോസസ്സിങ്ങിൽ കണക്കാക്കില്ല. എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് ഇല്ല. അറ്റ് എനി ഏജ് ദ ക്യാൻ ഗോ ടു കാനഡ ആസ് എ സ്റ്റുഡൻറ്റ്. പക്ഷേ നമ്മൾ ഏജ് കൂടുന്തോറും ആ സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആളിൻ്റെ ഉദ്ദേശം ശരിക്കും ജെനുവിൻലി ഒരു സ്റ്റഡീസിന് തന്നെയാണോ അവർ വരുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വെരിഫിക്കേഷൻ നടക്കും. ഇപ്പോൾ കാനഡയുടെ കേസിൽ ഇപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഫെയർ ഫ്യൂച്ചറിൻ്റെ എക്സ്പീരിയൻസിൽ 54 വയസ്സുള്ള ആളാണ് കാനഡയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിരിക്കുന്ന ആളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആൾ. അപ്പോൾ പിന്നെ പൊതുവെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അല്ലാതെ വേറെ സ്റ്റുഡൻസ് പോയിട്ടുണ്ട്. പക്ഷേ US-ലാണ് പോയിരിക്കുന്നത്. US-ൽ ഞങ്ങൾക്ക് 68 വയസ്സുള്ള ആൾ സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിൽ പോയത്. തേവര എറണാകുളത്ത് തന്നെ തേവര SH കോളേജിൽ അദ്ദേഹം പോയത് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ ഒരു പ്രോഗ്രാമിനാണ് പോയത്. 68 വയസ്സുണ്ടായിരുന്നു അദ്ദേഹം. 68 ഉണ്ടായിരുന്നു. തേവര SH കോളേജിൽ ഒരു റിട്ടയർഡ് പ്രൊഫസറായിരുന്നു അദ്ദേഹം. പിന്നെ ഒരു ജഡ്ജി, അദ്ദേഹം കേരള ജുഡീഷ്യറിയിൽ ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുട്ടികൾ നേരത്തെ US-ൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം സംസാരിക്കുമ്പോഴേക്കും ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരം ഉണ്ടായി. അദ്ദേഹം പോയി. അദ്ദേഹത്തിന് അന്ന് ആ സമയത്ത് ഏതാണ്ട് ഒരു 63 വയസ്സോളം ഉണ്ടായിരുന്നു. ദെൻ മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹത്തിന് അന്ന് പോകുമ്പോൾ എബോവ് 60 ഉണ്ടായിരുന്നു. അവർ മൂന്നുപേരും പക്ഷേ US-ലേക്കാണ് പോയത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് കാനഡയുടെയും US-ൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലുള്ള ഒരാൾക്കും ഒരു എഡ്യൂക്കേഷൻ അവർക്ക് വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ യൂണിവേഴ്സിറ്റീസിൻ്റെ ഡോർസ് ഓപ്പൺ ആണ്. അത് അവിടെയുള്ള കുട്ടികൾക്കും ആണ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്കും ആ സെയിം ഓപ്പർച്യൂണിറ്റി അവർക്ക് എക്സർസൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇപ്പോൾ കാനഡയിലുള്ള ഒരു കോളേജിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ അവിടെ ഓട്ടോമാറ്റിക്കലി റൈസ്ഡ് ആവും. അവർ വരുന്നത് പഠിക്കാൻ തന്നെയാണോ എന്ന് അവർ പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോൾ ആ സ്റ്റുഡൻറ്റിന് പഠിക്കാൻ പോകണം എന്നുള്ളതേ ഉള്ളൂ എങ്കിൽ പോലും ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും അവരുടെ പോർട്ട്ഫോളിയോ നമ്മളത് വേണ്ട രീതിയിൽ തയ്യാറാക്കി, അപ്പോൾ ആ സ്റ്റുഡൻറ്റ് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞങ്ങളത് അവിടെ നിങ്ങളുടെ പോലത്തെ കമ്പനീസിൻ്റെ ഒരു ഞങ്ങളുടെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളത് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മളപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഗൈഡ് ചെയ്തിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള അവരുടെ പോർട്ട്ഫോളിയോ വളരെ നന്നായിട്ട് നമ്മളത് വളരെ ബ്യൂട്ടിഫുൾ പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് അഡ്മിഷൻ്റെ കാര്യത്തിൽ അവിടെ വലിയ ഇഷ്യൂസ് ഉണ്ടാവത്തില്ല. ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, ഈ അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡൻറ്റ് ഡൽഹിയിലുള്ള കനേഡിയൻ ഹൈക്കമ്മീഷനിലെ വിസ ആപ്ലിക്കേഷൻ ഫയലും വിസ ഓഫീസറും ഈ ഫയൽ നോക്കുമ്പോഴേക്കും ഈ പ്രായത്തിൽ നിന്നാണ് ഇദ്ദേഹം കാനഡയിൽ പഠിക്കാൻ വരുന്നത് എന്നൊരു ചോദ്യം അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. മാത്രമല്ല കാനഡയിലെ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഒന്നുമില്ല. സ്റ്റുഡൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് നോക്കിയ ശേഷമാണ് വിസ ഓഫീസർ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാകുന്നത്. അതൊരു റോബോട്ടാണോ? റോബോട്ടല്ല, അതിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. റോബോട്ടല്ല, ശരിക്കും അവിടെ കേപ്സ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കമ്പ്യൂട്ടർ ഇമിഗ്രേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റത്തിന് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഇനിഷ്യൽ കുറച്ച് പ്രോസസ്സിംഗ് ഒക്കെ അത് നടത്തുന്നുള്ളൂ. എൻഡ് ഓഫ് ദ ഫയലിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഹ്യൂമൻ ബീയിങ് തന്നെയാണ്, ഒരു കനഡിയൻ വിസ ഓഫീസറായിരിക്കും. അപ്പോൾ ആ വിസ ഓഫീസറുമായിട്ട് സ്റ്റുഡൻറ്റിന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനായിട്ട് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, SOP എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെൻറ്റാണ്. അപ്പോൾ ആ ഡോക്യുമെന്റിനും കുറച്ച് SOP-ൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരുപാട് സ്റ്റുഡൻസിന് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഞങ്ങളുടെ കഴിവാണെന്ന് ഞങ്ങൾ ഒരിക്കലും അത് പറയില്ല, പക്ഷേ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് ദ കൾച്ചറൽ ഡിഫറൻസ്? ഇപ്പം കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ചൈനയിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികൾക്ക് കനേഡിയൻ ഒരു കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ എൻവയറമെൻറ്റ് എത്ര നാളെടുക്കും ഒന്ന് സെറ്റ് ആവാൻ? ശരിക്കും കാനഡ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് ഇമിഗ്രൻസ് എന്നാണ് അതിനെ പറയുന്നത്. ലാൻഡ് ഓഫ് ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 140-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് കാനഡയിലുള്ളത്. 140? അതെ, 140-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നുണ്ടായ ഒരു കമ്മ്യൂണിറ്റിയാണ് കാനഡ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് ഒരു 200-250 വർഷം കൊണ്ട് ആയി വന്നതാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഇപ്പോൾ അതൊരു ശരിക്കും ഇംഗ്ലീഷ് കൾച്ചറിലുള്ളൊരു രാജ്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം ചിലർക്ക് 2 മാസം വരെ ഒന്ന് ആ കൾച്ചറുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനുള്ള ടൈം എടുക്കും. അത് പക്ഷേ പേഴ്സൺ ടു പേഴ്സൺ ആണ്. ചില കുട്ടികൾക്ക് അങ്ങനെ ഒട്ടും ഉണ്ടാവണം എന്ന് തന്നെയില്ല. ചില കുട്ടികൾക്കാണ് ഈ പറയുന്ന പോലെ കുറച്ച് സമയം വേണ്ടി വരുന്നുള്ളത്. പക്ഷേ ഏതൊരു കനേഡിയൻ ഗവൺമെൻറ് കോളേജിലോ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലോ ചെന്നാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരാരും തന്നെ നേരെ അവരുടെ അക്കാഡമിക് ക്ലാസ് റൂമിലേക്കല്ല പോകാറ്. അവർക്ക് ആദ്യം ഓറിയന്റേഷൻ ക്ലാസ്സുകളും മറ്റുമൊക്കെ ഉണ്ടാവും. ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫ് ഉണ്ടാവും ഹെൽപ്പിന് വേണ്ടിയിട്ട്. അവരുടെ മെന്റേഴ്സായിട്ട് അവരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയോളം സ്റ്റുഡൻസിനെ അവരാണ് യൂണിവേഴ്സിറ്റി ടൂറും മറ്റു കാര്യങ്ങളും നടത്തി അവരെ ആ സിസ്റ്റമായിട്ട് അക്ലമേറ്റൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമുണ്ട്. ചിറകിന്റെ കീഴിൽ അവർ കുറച്ച് ദിവസം ഉണ്ടാവും. അപ്പോൾ മിക്കവാറും എല്ലാ കുട്ടികളും ഈ പറയുന്ന പോലത്തെ ഒരു പ്രയാസം കാണാറില്ല. പിന്നെ ഇപ്പം നമ്മളുടെ ഒരു പഴയ ജനറേഷൻ അല്ല ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത്. പിള്ളേർ പൊളിയല്ലേ. അതെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പറയുന്ന മാതിരിയുള്ള വലിയ ഡിഫിക്കൽട്ടീസ് ഒന്നും കാണാറില്ല. എന്നിരുന്നാലും പറയാൻ പറ്റത്തില്ല, ഒരു 1000-ൽ 1-2 കുട്ടികൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവാം. പക്ഷെ അതെല്ലാം തന്നെ അല്ല, വീഡിയോ കോൾ ചെയ്യാം. അതെ. പിന്നെ ഞങ്ങളാണെങ്കിലും ഓരോ ഇൻടേക്കിലെയും ബാച്ചസ് ഇവിടുന്ന് പോകുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മാഡം വന്നപ്പോൾ അറ്റൻഡ് ചെയ്ത പോലുള്ള അങ്ങനെയുള്ള പ്രീ ഡിപ്പാർച്ചർ വർക്ക്ഷോപ്സ് ഒക്കെ നടത്തി. നല്ലായിരുന്നു സർ, ബിക്കോസ് എനിക്ക് തന്നെ പോണം തോന്നി. ഇതായിട്ട് എന്റെ ടിക്കറ്റ് ഇവിടെ ശ്രീനിന്ന് അല്ല സോറി, ബിക്കോസ് അത്രയ്ക്കും പ്രിപ്പയർ ചെയ്തത്. അതായത് അവിടെ എത്തിയതിന് ശേഷം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പാക്ക് ചെയ്യണം, എന്തൊക്കെ പറയണം. സോ ഐ തിങ്ക് ഇത്രയ്ക്കും നിങ്ങളും ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഐ എം സോ ഹാപ്പി ടു be talking to you because fair future ഇപ്പം കുറേ കമ്പനീസ് ഉണ്ട്, അതിൽ വൺ ഓഫ് ദി ബെസ്റ്റിൽ നിൽക്കുകയാണ് നിങ്ങൾ. ആൻഡ് ഐ ഗോട്ട് സം ഗ്രേറ്റ് റിവ്യൂസ് അബൌട്ട് 1,00,000-ൽ കൂടുതൽ ആൾക്കാരെ പറഞ്ഞു വിടുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ അത്രയും എക്സ്പീരിയൻസ് ആണ്. അതായത് എക്സ്പീരിയൻസ് ഇസ് വാട്ട് മാറ്റേഴ്സ് ഹിയർ. ഈ ഒരു വിസ പ്രോസസ് എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്സ്? ഇതിൻ്റെ സ്റ്റെപ്സിൽ ആദ്യമായിട്ടൊരു സ്റ്റുഡൻറ്റ് നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വളരെ സീസൺഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൗൺസിലേഴ്സാണ് ആദ്യം സ്റ്റുഡൻറ്റിനെ മീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് സ്റ്റുഡൻറ്റിൻ്റെ നിലവിലുള്ള ക്വാളിഫിക്കേഷൻ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത് +2 കഴിയുമ്പോൾ ഇപ്പോൾ പോവുകയാണ്. +2 കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഒരു 100 സ്റ്റുഡൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 70 പേരും +2 കഴിയുമ്പോൾ തന്നെ കാനഡയിലേക്ക് മൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്ന സ്റ്റുഡൻസും അവരുടെ ഫാമിലിയാണ്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ഇപ്പോൾ പഠിച്ചത് എന്താണ്, ആ പഠിച്ചതിനകത്ത് നിന്ന് അവർക്ക് കിട്ടിയ മാർക്കുകൾ എന്താണ്, ആ സ്റ്റുഡൻറ്റിൻ്റെ ഫ്യൂച്ചറിലുള്ളൊരു കരിയർ പ്ലാനിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, അതെല്ലാം മനസ്സിലാക്കിയ ശേഷം നമ്മളുടെ കൗൺസിലേഴ്സ് തന്നെ ആ സ്റ്റുഡൻറ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ അവർക്ക് നേരത്തെ പറഞ്ഞ IELTS മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളും അതിനുള്ള ട്രെയിനിങ് ഞങ്ങൾ തന്നെ ഇൻഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്ത് അതിനുശേഷം ആ സ്റ്റുഡൻറ്റിന് ചിലപ്പം 1-2 കോളേജുകളിലേക്കായിരിക്കും ഒരേ സമയം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരിക. കാരണം ഒരു സ്ഥലത്ത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടുമോ ഇല്ലെന്നുള്ള അറിയാൻ നമുക്ക് 1 മാസം 1.5 മാസം സമയമെടുക്കും. ഇൻ കേസ് അവിടെ നമ്മളുടെ ആപ്ലിക്കേഷൻ അവിടെ ചെന്നതിനുള്ളിൽ അവിടെ സീറ്റ് ഫില്ലായി പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അഡ്മിഷൻ കിട്ടാതെ പോവുകയാണെങ്കിൽ വീണ്ടും ഈ പ്രോസസ്സ് ആദ്യം മുതൽ ചെയ്തേണ്ടി വരുമ്പോൾ സമയം പോകും. അതുകൊണ്ട് സൈമിൾട്ടേനിയസ്ലി നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ തന്നെ 2-3 ക്യാമ്പസുകളിലേക്ക് അയക്കും. നമുക്ക് ഏറ്റവും നല്ല ചൂസ് ചെയ്യാം. അപ്പോഴും സ്റ്റുഡൻറ്റിന് വീണ്ടും ഒരു കൗൺസിലിംഗ് ഉണ്ട്. അവർ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോകും ഈ 3-ൽ ഏതെടുക്കണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ വീണ്ടും നമ്മുടെ കൗൺസിലേഴ്സ് അവരുമായിട്ട് വർക്ക് ചെയ്ത് പലപ്പോഴും പേരൻസ് ഉണ്ടാവും, എല്ലാവരും കൂടി ഇരുന്നൊരു തീരുമാനം എടുത്ത ശേഷം ഒരു ക്യാമ്പസ് ഫൈനലൈസ് ചെയ്യുന്നു. ആ ക്യാമ്പസിലേക്കുള്ള അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടേക്കുള്ള ഫീസ് അടച്ച് സീറ്റ് കൺഫേം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഓഫർ ലെറ്ററിനകത്ത് തന്നെ ഉണ്ടാവും. നമുക്ക് വേണ്ടത് അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടും ഗൈഡൻസും കൊടുക്കാന്നുള്ളത്. ഞാൻ ഇവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കോളേജിൽ കയറിയ പോലെ ഫുൾ നല്ല ഫ്രണ്ട്ലി യങ് പീപ്പിൾ, ബട്ട് ദേ ആർ കൗൺസിലേഴ്സ്. അവരെല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള എന്താ പറയുക ബോയ്സ് ആൻഡ് ഗേൾസ്. എന്താ ഐ ഫെൽറ്റ് വെരി ഹാപ്പി ദറ്റ് ഭയങ്കര സ്റ്റൈലായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു വലിയ ഗ്രൂപ്പ് ഓഫ് കൗൺസിലേഴ്സ് തന്നെ ഇവർക്കുണ്ട്. എത്ര കൗൺസിലേഴ്സ് ഉള്ളത്? ഞങ്ങൾക്ക് ഇപ്പം ഏകദേശം 10ഓളം കൗൺസിലേഴ്സ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡന്റ് അഡ്മിഷൻ പ്രോസസ്സിംഗ് തുടങ്ങുന്ന ടൈം തൊട്ട് അവർക്ക് എത്ര സ്റ്റാഫ്? അത് ഏകദേശം ഒരു 60 സ്റ്റാഫ്. അപ്പൊ ഞാൻ നോക്കിയത് ഇത്രയും പേരോ. അപ്പൊ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ലോട്ട് ഓഫ് വർക്ക്. ആൻഡ് ഇത്രയും വർക്ക് ചെയ്തു കൊടുക്കാനും ഒരു ഹ്യൂജ് മാൻ പവർ നിങ്ങളുടെ അടുത്ത് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ സർവീസുകളെല്ലാം ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഒരു പൈസ പോലും നമ്മൾ സർവീസ് ചാർജ് ആയിട്ടോ അങ്ങനെ രജിസ്ട്രേഷൻ ഫീസോ ഒന്നും തന്നെ ഇല്ല. കാരണം
കാരണം ഞങ്ങൾ യൂണിവേഴ്സിറ്റീസിനെ റെപ്രസെന്റേറ്റ് ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞങ്ങൾ യു ആർ അപ്പോയിന്റഡ് ബൈ ദ യൂണിവേഴ്സിറ്റി, റൈറ്റ്? അതിനെക്കുറിച്ചൊന്ന് പറയാം സർ, ലൈക്ക് അബൌട്ട് യുവർ അസോസിയേഷൻ വിത്ത് ദ കനേഡിയൻ ഗവൺമെന്റ്. കനേഡിയൻ ഗവൺമെന്റ് കോളേജസും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസുമായിട്ട് ഞങ്ങൾക്ക് ഏകദേശം ഒരു കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള അസോസിയേഷനാണുള്ളത്. അവിടെയുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിലും ഗവൺമെന്റ് കോളേജസിലേക്ക് മാത്രമേ നമ്മൾ സ്റ്റുഡൻസിനെ അയക്കുന്നുള്ളൂ. അത് കാനഡയ്ക്ക് അല്ലാതെ ഞങ്ങൾക്ക് US-ലും UK-ലും ഒക്കെ സ്റ്റുഡൻസിനെ അയക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ഈ ഒരു പോളിസിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ പ്രൈവറ്റ് ക്യാമ്പസുകളിലേക്ക് സ്റ്റുഡൻസിനെ അയക്കില്ല. പിന്നെ ഞങ്ങളുടെ കൗൺസിലേഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിലും ഒരാളെ ഞങ്ങൾ നേരിട്ട് കൗൺസിലറായിട്ട് ആക്കി എടുക്കുകയല്ല ചെയ്യുന്നത്. അവർ ഈ സ്റ്റുഡന്റിന്റെ കൗൺസിലറുടെ തൊട്ട് താഴെ അഡ്വൈസേഴ്സ് എന്നുള്ള പോസ്റ്റ് ഉണ്ട്. അതായത് ഒരു സ്റ്റുഡന്റ് അഡ്മിഷൻ പ്രോസസ്സിംഗ് തുടങ്ങുന്ന ആ മോമെന്റ് തൊട്ട് ആ സ്റ്റുഡന്റിന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുന്നതും അവരുടെ ഫീസ് അടയ്ക്കാനുള്ള കാര്യങ്ങളുടെ ഗൈഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനകത്തും ഒക്കെ സ്റ്റുഡൻറ്റിനോടൊപ്പം ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അഡ്വൈസേഴ്സാണ്. ഒരു മിനിമം 3 വർഷമെങ്കിലും വർക്ക് ചെയ്ത് അവരെ ഞങ്ങൾ ട്രെയിൻ ചെയ്തതിന് ശേഷം അവർ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൗൺസിലർ ആകാനുള്ള നോളജ് ബിൽഡ് ചെയ്തെന്ന് കണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ഞങ്ങൾക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരുപാട് ടെസ്റ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇവർ ഈ കൗൺസിലേഴ്സ് ആകുന്നത്. അപ്പോൾ ഒരു സീനിയർ മോസ്റ്റ് പൊസിഷനാണ് അത്. തന്നെ ഈ ആപ്ലിക്കേഷൻ അയച്ചു, ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ഫീസ് അടച്ച് സീറ്റും കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ആപ്ലിക്കേഷൻ വിസയ്ക്ക് വേണ്ടിയിട്ട് ഡൽഹിയിലുള്ള കനേഡിയൻ ഹൈക്കമ്മീഷൻ്റെ മുൻപിൽ സബ്മിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് അവരുടെ മെഡിക്കൽ ചെക്കപ്പ് എടുക്കണം. നിലവിലിപ്പം കാനഡയിൽ ടോട്ടലി ഇറാഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ചില ടൈപ്പ് ഓഫ് ഡിസീസസ് ഉണ്ട്, ട്യൂബർകുലോസിസ്, എംബോള, HIV പോലുള്ള. അപ്പോൾ അതൊന്നും ഇവർക്ക് ഇല്ല എന്നുള്ളതിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് എടുക്കണം. അതിന് ഓരോ സ്റ്റേറ്റിലും കനേഡിയൻ ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന പാനലിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. കേരളത്തിൽ 5 ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഓഫീസിൽ തന്നെ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട് ഈ അഡ്വൈസേഴ്സാണ് ചെയ്തു കൊടുക്കുക. ദെൻ മെഡിക്കൽ ചെക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ ഇവർക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെന്നുള്ളതിന് വേണ്ടിയിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതെ, അങ്ങനെ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്യണം. പിന്നെ ഇവരുടെ ഫാമിലിക്ക് ഇങ്ങനൊരു കുട്ടിയെ കാനഡയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 ലക്ഷം രൂപയോളം വരുന്നുണ്ട് ട്യൂഷൻ ഫീസ്, പിന്നെ ഒരു 6 lakhs ഫുഡിന് അക്കോമഡേഷൻ ഫസ്റ്റ് ഇയറിൽ ഡെപ്പോസിറ്റ് അഡീഷണലി കൊണ്ടുപോകണം. പിന്നെ അടുത്ത വർഷത്തെ ട്യൂഷൻ ഫീസ് വേണ്ടി വരുവാണെങ്കിൽ അതിനൊക്കെയുള്ള ഫണ്ട് ഇവർക്കുണ്ടോ പാരൻസിന്, അല്ലെങ്കിൽ ഇവർ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണോ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കിയ ശേഷം സ്കോളർഷിപ്പ് ഉണ്ടോ, സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അത് ഇവർക്ക് ഇങ്ങനെ ഒരു സ്റ്റഡിയേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഫാമിലിക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉണ്ടെന്നുള്ളതിന് ആവശ്യമായിട്ടുള്ള പ്രൂവ് ചെയ്യാൻ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റ്സും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ കനേഡിയൻ ഹൈക്കമ്മീഷനിൽ വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അപ്പോൾ ആ വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും സ്റ്റുഡൻസിന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. തന്നെ വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ വിസ ഡിസിഷൻ അറിയാൻ പറ്റും. ആ വിസ ഡിസിഷനിൽ ഈ സ്റ്റുഡൻറ്റിന് വിസ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വിസ കിട്ടിയ വിവരം ആ യൂണിവേഴ്സിറ്റി അറിയിക്കണം, ഇവരുടെ സീറ്റ് റീകൺഫേം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റുഡൻറ്റ് ആ പെർട്ടിക്കുലർ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരു 1 വീക്ക് മുൻപായിട്ടാണ് അവിടെ എത്തുന്നതെങ്കിൽ അവരവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് വേണം. ദെൻ ഈ കുട്ടി ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും അവരോട് ഹോസ്റ്റലോ അല്ലെങ്കിൽ അവരുടെ അക്കോമഡേഷൻ എന്താണ് വളരെ സേഫ് ആയിട്ട് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണല്ലോ അതും. അപ്പോൾ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് വരുന്നത്. ദെൻ സ്റ്റുഡൻറ്റ് അവിടെ എത്തുന്നതിന് ശേഷം ആ സ്റ്റുഡൻറ്റിൻ്റെ അവിടെ നിന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റിയിലെ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, അവരുടെ സ്റ്റാഫാണ്. അപ്പോൾ ആ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റാഫുണ്ട് സൗത്ത് ഏഷ്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. എങ്കിലും ഞങ്ങൾ നിരന്തരം അവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാകും. അവർക്ക് പിന്നീടും ആവശ്യമായിട്ട് വരുന്ന ഫോളോ അപ്പ് സർവീസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കൊടുക്കും. എന്തായാലും താങ്ക് യു സോ മച്ച് സർ. ഈ വർഷം തന്നെ ഒരു 3000-ൽ കൂടുതൽ പിള്ളേരാണ് ഫെയർ ഫ്യൂച്ചറിന് പോയിരിക്കുന്നത് പുറത്ത് പഠിക്കാൻ. അത് കാനഡ, UK, കാനഡ മാത്രമാണ്. നിങ്ങളും അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകുന്നത് കാനഡ. കാരണം ഞങ്ങൾ അതാണ് ഇത്രയും കേട്ടതിന് ശേഷം മിക്കവാറും പിള്ളേർ ചൂസ് ചെയ്യുന്നതും കാനഡ തന്നെയാണ്. കാരണം കാനഡയിലാണ് ഏറ്റവും പെട്ടെന്ന് PR കിട്ടാനും സെറ്റിൽ ചെയ്യാനും ഒക്കെ എളുപ്പം. മറ്റു രാജ്യങ്ങളുണ്ടെങ്കിൽ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ റൂൾസ് നമ്മൾ മാക്സിമം ഉപയോഗിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ 1 ഈസ് കാനഡ. എനിവേ താങ്ക് യു സോ മച്ച്. ഇത്രയും ഇൻഫർമേഷൻ ആക്ച്വലി ഇനിയും എനിക്കറിയാം ഇത് ജെന്വിൻ ആയിട്ട് പോകണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡോണ്ട് വറി, നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് വിളിക്കാം. ആൻഡ് അവിടെ നിങ്ങളുടെ കൗൺസിലർ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസർ വിൽ ബി വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. പോകണമെന്ന് ആഗ്രഹമുള്ളവർ അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ തിങ്ക് ഇഫ് യു വോണ്ട് ഗോ യു ജസ്റ്റ് ഗിവ് എ ട്രൈ. ആൻഡ് കല്യാണം കഴിഞ്ഞതാണെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഇപ്പം മനസ്സിലായല്ലോ, നിങ്ങൾക്ക് ഒന്നും ഒരു ലിമിറ്റേഷനേ അല്ല. യു ക്യാൻ സ്റ്റഡി ഫർദർ, യു ക്യാൻ ലിവ്, യു enjoy life, go to Canada, because I Canada. അപ്പോൾ എന്തായാലും thank you so much sir for being here with us and all the best for fair future. I'm wishing you all a fair future. Love yourself the way you are, love the world the way it is, just go ahead and do your
your thing. Just believe, just believe. Holy money show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Pearle Maaney show.